ഇതെല്ലാവർക്കും അറിയായിരിക്കും. ഇതാണ് കുന്നിക്കുരു. അപ്പൊ ഇത് ചെറുപ്പത്തില് എൻ്റെ വീടിന്റെ അടുത്ത്, അതായത് തറവാട്ടിലാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായ ചെടിയായിരുന്നു. അപ്പൊ ഈ സാധനം ഞാൻ ചെറുപ്പത്തിൽ വായിലിട്ട് എന്നൊക്കെയാണ് അമ്മയൊക്കെ പറയുന്നത്. എന്നിട്ട് സീനൊന്നും ഉണ്ടായില്ല. വയറ്റിൽ പോയി, ശ്വാസനാളത്തിൽ പോയ സീനായനെ. അപ്പോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഈ ചെടി തറവാടിൻ്റെ അവിടെ നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞു പോയി, അതോ ആരോ വെട്ടിയെന്ന് തോന്നുന്നു, കാണാനില്ല. ഇപ്പൊ ഞാനൊരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കാറുണ്ട്. അപ്പൊ തറവാട്ടിൽ തന്നെ ഒരു പനയുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് ഇതിന്റെ ചെടി ഉണ്ടായിരിക്കണം. പിന്നെ ഇത് ഇങ്ങനെ കാഴ്ച വെക്കണം. അപ്പൊ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ചു. അപ്പൊ കുന്നിക്കുരുവിന്റെ ചെടി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ കാണുന്നതാണ് എൻ്റെ തറവാട്. അപ്പൊ ദേ ഈ പനയമയാണ് ഈ വള്ളിച്ചെടി കയറിപ്പോയിരിക്കുന്നത്. ഇതൊരു മരമല്ല കേട്ടോ, ഒരു വള്ളിച്ചെടിയാണ്. അതിലാണ് കുന്നിക്കുരു ഉണ്ടായിരിക്കണേ. കണ്ട, നല്ല കൊല കാഴ്ച ഉണ്ടായിരിക്കണേ. അപ്പൊ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല്, ഇവിടുന്ന് ഒരു തൈ കിട്ടുകയാണെങ്കിൽ അത് കൊണ്ടുപോയിട്ട് നമ്മുടെ വീട്ടിൽ നട്ടിട്ട് അവിടെ കായ്ക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഈ കുന്നിക്കുരു ഒക്കെ എങ്ങനെ വാരാൻ കിട്ടിയവര് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.